നടൻ സൗബിൻ ഷാഹിർ 45 കോടി രൂപയുടെ നികുതി വെട്ടിച്ചതായി വിലയിരുത്തൽ. സൗബിൻ വരുമാനം കുറച്ചു കാണിച്ചു. അന്വേഷണം മഞ്ഞുമൽ ബോയ്സിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല എന്നും കേസിൽ ഇ ഡി വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതെന്നും പുറത്തുവരുന്നു. അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന ആദായ നികുതി വകുപ്പും സൂചിപ്പിക്കുന്നു. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. നേരത്തെ മുതൽ ഉയർന്ന ആരോപണമാണ്, അന്വേഷണമാണ്. ഒടുവിൽ നികുതി വെട്ടിപ്പുണ്ട് എന്ന രീതിയിൽ തന്നെ ആദായ നികുതി വകുപ്പ് എത്തുന്നു. ഇതിന് പിന്നാലെ തുടരന്വേഷണങ്ങൾ വരാനുള്ള സാധ്യതകളും തെളിയുന്നു. എന്തെല്ലാമാണ് വിവരം? ലാല് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് നികുതി വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ 45 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. 245 കോടി രൂപയുടെ വരുമാനം ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നേടി എന്നുള്ള ഒരു വിവരമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു പ്രചരണം നടന്നിരുന്നത്. എന്നാൽ സൗബിൻ വരുമാനം കുറച്ചു കാണിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ 245 കോടി രൂപയുടെ വരുമാനത്തിനനുസരിച്ചുള്ള ടാക്സ് അടച്ചിട്ടില്ല. ആദായ നികുതി വകുപ്പിൽ ഇത്തരത്തിലുള്ള ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നികുതി അടക്കാത്തതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചതും. ഒപ്പം തന്നെ ഡ്രീം ബിഗ് ഫിലിംസും കൂടാതെ ഒരു ആഡംബര വാഹന കമ്പനിയും ഇതിലേക്ക് പണം നൽകിയിട്ടുണ്ട്. ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ ഉടമയായിട്ടുള്ള സുജിത്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഡംബര വാഹന കമ്പനിയുടെ ഉടമയായിട്ടുള്ള നജത്തിനെയും ചോദ്യം ചെയ്യും. എന്തായാലും ഇവർക്കും ഈ ഇത്തരത്തിലുള്ള വെട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണവും പരിശോധനയും തുടർന്നുകൊണ്ടേയിരിക്കും. 4 ഇടങ്ങളിലായിരുന്നു പരിശോധന നടന്നത് സൗബിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ 4 ഇടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സൗബിൻ അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സൗബിനിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 45 കോടി രൂപയുടെ തട്ടിപ്പ് മഞ്ഞുമൽ ബോയ്സുമായി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ നികുതി ഇനത്തിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. ലാൽ, സഹിൻ, ഇത് നിലവിൽ സാമ്പത്തിക ക്രമക്കേട് എന്ന കാര്യം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ 45 കോടി എന്ന് പറയുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട മാത്രം ക്രമക്കേടാണ്. അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളതല്ലേ ആദായ നികുതി വകുപ്പ് നൽകുന്ന സൂചന? തീർച്ചയായിട്ടും ലാല്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 ഓഫീസുകളിൽ 20ഓളം ഉദ്യോഗസ്ഥർ ഇക്കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിൻ്റെ നികുതിയുമായി പരിശോധന നടത്തിയപ്പോൾ മാത്രം 45 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായി ഉദ്യോഗസ്ഥർക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറവ ഫിലിംസിൻ്റെയും ഒപ്പം തന്നെ ഡ്രീം ബിഗ് ഫിലിംസിൻ്റെയും എല്ലാം അത് വിതരണ കമ്പനിയാണ്. ഈ കമ്പനികളിൽ പ്രത്യേകിച്ചും അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ, ഇന്ത്യൻ 2 കൂടാതെ പൊന്നിയൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം ഒരു വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിൽപ്പന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിലെല്ലാം വലിയ വെട്ടിപ്പുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ ആദായ നികുതി വകുപ്പിനുണ്ട്. കാര്യമായ പരിശോധനയാണ് ഈ സിനിമാ നിർമ്മാണ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നിലവിൽ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ മാത്രം 45 കോടിയുടെ നികുതി വെട്ടിപ്പ് സൗബിൻ ഷാഹിർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദായ നികുതി രേഖകൾ കൂടുതൽ പരിശോധിക്കാനാണ് നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം. ഇതോടൊപ്പമാണ് ബിഗ് ഡ്രീം കമ്പനിയുമായി, വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന വിവരമാണ് സഹിൻ ആന്റണി അറിയിച്ചത്.